ദേ ഈ കാണുന്ന 10 രൂപയുടെ നൂഡിൽസ് കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ റിച്ച് ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈകിട്ട് കുട്ടികൾക്ക് ഇത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ്. ടൈം കളയാതെ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെജീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അധികം വെജിറ്റബിൾസ് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു കടായി എടുത്തിട്ടുള്ളത്. അതിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ക്യൂബിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഏകദേശം ഒരു ഫ്രൈ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നൂഡിൽസിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ 2 വെജീസ് തന്നെയാണ്. ഇനി വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു കടായിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കടായിൽ തന്നെയാണ് കേട്ടോ നൂഡിൽസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വെജീസ് എല്ലാം നമ്മളിപ്പോൾ മാറ്റി വെക്കുന്നത്. ഇനി നൂഡിൽസ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കാണുന്നത് പോലെ 10 രൂപയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 പാക്കറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒടിച്ചൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഈ 10 രൂപയുടെ പാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭമാണ് കേട്ടോ. ഞാനിവിടെ യിപ്പിയുടെ നൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് നമുക്ക് 10 രൂപയുടെ പാക്കറ്റായിട്ട് കിട്ടും. സംഭവം 10 രൂപയാണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ഒട്ടും കുറവില്ല കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച നൂഡിൽസ് ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വെന്ത് പോരുത്, അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം, നന്നായിട്ട് ഊറ്റിയെടുക്കണം. അപ്പോൾ നേരത്തെ എടുത്ത കടായിൽ നമ്മൾ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഈ വേവിച്ച് വെച്ച നൂഡിൽസ് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ നൂഡിൽസിൻ്റെ മസാല നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ വേവിക്കുന്ന സമയത്ത് മസാല അതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഡ്രൈ ഫ്രൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ തവണ വാങ്ങിച്ച നൂഡിൽസിൻ്റെ മസാല അല്പം കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആകാനായിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാനായിട്ടും കുറച്ച് ടൈം പോയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം നല്ല രീതിയിലായിരിക്കും ആ മസാല കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം എടുക്കില്ല. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിന് കൂടുതൽ രുചി വരുന്നത്. അപ്പോൾ മസാല എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫോർക്കൊക്കെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെജീസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നൂഡിൽസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. നമ്മളിവിടെ മസാല എല്ലാം നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നൂഡിൽസ് വേവിച്ചെടുക്കുന്ന ടൈമിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിൾസും കൂടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. അതേപോലെ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോകൾക്ക് നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.